കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന കോൺഗ്രസിന്റെ പ്രക്ഷോഭയാത്ര സമരാഗ്നിക്ക് തുടക്കമാവുകയാണ്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് കാസർഗോഡ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്ന് ചേരുന്നു. ജോസഫ്, ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചടങ്ങുകൾ ആരംഭിച്ചു എന്നാണ്. ഏതൊക്കെ പ്രമുഖ നേതാക്കളാണ് വേദിയിലുള്ളത്? ഇന്ന് എന്തൊക്കെയാണ് ഈ യാത്രയുടെ മറ്റ് പരിപാടികൾ? പരിപാടി ഇവിടെ ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു. കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഏതൊക്കെയാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഇപ്പോൾ ഉള്ളത്. വലിയ അരലക്ഷം പേരോളം ഈ പന്തലിൽ അണിനിരുന്നു. 25,000 പേരെയാണ് പരിപാടിക്ക് പ്രതീക്ഷിച്ചെങ്കിലും വലിയ പ്രവർത്തക സന്നാഹമാണ് ഈ പരിപാടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയാലും തെരഞ്ഞെടുപ്പിനെടുക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ ജനപ്രവാഹം എന്ന് പറയുന്നത്. ഏതൊക്കെയാലും തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമരാഗ്നിയുമായി മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഒരു യാത്രയായിരിക്കും ഇത് എന്നതിൽ തർക്കമില്ല. കെ.പി.സി.സിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെയായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന് വേണ്ടി കെ.പി.സി.സി ആരംഭിച്ചു കഴിഞ്ഞു. ജോസഫ്, കെ.പി.സി.സിയുടെ പ്രക്ഷോഭയാത്ര സമരാഗ്നിക്ക് കാസർഗോഡ് തുടക്കമാവുകയാണ്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് ഈ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 29-ന് തിരുവനന്തപുരത്താണ് യാത്ര സമാപിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് കെ.പി.സി.സി രൂപം നൽകിയിരിക്കുന്നത്. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നതും യാത്രയുടെ ലക്ഷ്യമാണ്. യാത്രയുടെ ചടങ്ങുകൾ ഇപ്പോൾ കാസർഗോഡ് നടക്കുകയാണ്.